കോഴിക്കോട്ട് തീപിടിച്ച കപ്പലിൽ നിന്ന് കടലിൽ വീണ വസ്തുക്കൾ ഇന്നോ നാളെയോ തീരത്തെത്താൻ സാധ്യത. കേരള തീരത്തടുക്കാൻ 10% സാധ്യത മാത്രമാണ് ഇൻകോയ്സ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. അതിൽ സാധ്യത കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇംതിയാസ് കരീം ചേരുന്നുണ്ട്. ഇംതിയാസ്, ഈ ഒരു കപ്പലപകടം വലിയ ആശങ്കയാണ് നമുക്ക് സമ്മാനിച്ചത്. ഈ കപ്പലിൽ നിന്ന് പുറത്തേക്ക് വീണ കണ്ടെയ്നറുകൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നതും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. നമ്മുടെ തീരത്തേക്കൊക്കെ എത്തുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ 10% സാധ്യത മാത്രമാണ് കേരള തീരത്തേക്ക് എത്താനുള്ളത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ജയലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ 10% സാധ്യത മാത്രമാണ് ഈ കപ്പലിലെ കണ്ടെയ്നറുകൾ തീരത്തടിയാൻ ഒരു സാധ്യതയായി പറയുന്നത്. അപ്പോഴും കേരളത്തിന്റെ വിവിധ തീരങ്ങളിലുള്ളവർ, പ്രത്യേകിച്ചും കോഴിക്കോട്ടൊക്കെ വലിയ രീതിയിലുള്ള ആശങ്ക പലരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പങ്കുവച്ചിരുന്നു. എന്നാൽ ഈ സമയം വരെ ആ രീതിയിൽ കണ്ടെയ്നറുകൾ അടിഞ്ഞതോ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുക്കൾ ഇങ്ങോട്ടേക്ക് എത്തിയതോമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ പോർട്ട് ഓഫീസറോ അതല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്തു നിന്നോ ആ രീതിയിലുള്ള വിവരങ്ങളൊന്നും ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല. അപ്പോഴും ആശങ്ക അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കിപ്പോൾ വറുതിയുടെ കാലമാണ്. കാരണം ഈ ഒന്നാമത് ഈ ട്രോളിംഗ് നിരോധനം വന്നതോടുകൂടി തന്നെ അവരുടെ ജീവിതം വളരെ ദുരിതത്തിലാവുകയാണ് ആ സമയങ്ങളിൽ. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു കപ്പൽ അപകടം ഉണ്ടാവുമ്പോൾ അതിലുള്ള ബങ്കർ ഓയിലുകളൊക്കെ കടലിൽ പതിച്ച് സമുദ്രത്തിന്റെ ആവാസ വ്യവസ്ഥ വലിയ രീതിയിലേക്ക് പ്രശ്നമാകുന്നു. മീനുകൾക്കൊരു പക്ഷേ നാശം സംഭവിക്കുന്നു. ആളുകൾ മീൻ വാങ്ങിക്കാനൊക്കെ എത്താത്തതിലുള്ളൊരു പ്രശ്നമൊക്കെയും അവർ വലിയ രീതിയിൽ പറയുന്നുണ്ട്. ആ ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്കുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ തന്നെ അധികൃതരൊന്നും അങ്ങനെ മീനുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും ആശങ്ക ജനങ്ങൾക്കുണ്ട്, അത് മത്സ്യത്തൊഴിലാളികൾക്കുണ്ട് എന്നിട്ട് തന്നെയാണ് കാര്യം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വെള്ളയിൽ മത്സ്യബന്ധന തുറമുഖത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. അവിടുന്ന് 1-2 മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ എനിക്കിപ്പം ചേരുന്നുണ്ട്. ഈ കപ്പൽ ഇങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ടതോടുകൂടി കണ്ടെയ്നറുകളൊക്കെ ഒരു പക്ഷേ കേരള തീരത്തിലേക്ക് എത്തും, കോഴിക്കോട്ടേക്കൊക്കെ എത്തുമെന്നൊരു സാധ്യത പറഞ്ഞിരുന്നു. എന്താ തോന്നുന്നു? അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? അങ്ങനെ ഒരു ആശങ്കയില്ല. പക്ഷേ കടലിൽ നിന്ന് പിടിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ പിടിക്കുന്ന മീന് കരക്ക് വന്നാൽ ഒരു ആശങ്കയുണ്ട്. എന്താ വെച്ചാൽ ഇവിടുത്തെ കച്ചവടക്കാർ പൊതുവായിട്ട് പറയുന്ന ഒരു രീതിയുണ്ട്. അതായത് മീൻ ഈ കെമിക്കൽ കലർന്ന ആ മീനായതിനെ കൊണ്ട് വിൽപ്പനക്ക് പോകില്ല എന്നും അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ കടൽപ്പണിക്കാരെ കണക്കിൽ ഒരു കെമിക്കലും കടലിലേക്ക് കലരില്ല, മീനായിട്ടൊരു ബന്ധവും ഉണ്ടാവില്ല. അത് മീൻ കഴിക്കുന്നവർക്ക് അത് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കാമെന്നുള്ളതാണ്. എന്താ വെച്ചാൽ മീനിൽ ആണ് ആളുകൾ പറയുന്നത് ഈ കെമിക്കൽ കലരുന്നു. അതൊരിക്കലും കലരില്ല, കലരാൻ സാധ്യതയില്ലേ. നമ്മൾ സാധാരണ ഒരു പച്ചവെള്ളത്തിൽ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ മുകളിൽ പൊന്തിക്കെടുക്കും. അതേമാതിരി തന്നെ കെമിക്കൽ മുകളിൽ ഉണ്ടാവുള്ളൂ, അല്ലാതെ നമ്മളെ താഴെ വെള്ളത്തിൽ ഉണ്ടാവില്ല കെമിക്കൽ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെയ്നർ ഇങ്ങോട്ടേക്ക് വരുമോ, അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഇപ്പം ഇനി മീൻ വാങ്ങിയാൽ അത് പ്രശ്നമായി മാറുമോ എന്ന ആശങ്ക സാധാരണ ജനങ്ങൾക്കുണ്ട്. അത് നിങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ? അത് ആക്കുന്നുണ്ട്. അത് തീരദേശത്ത് പൊതുവെ വറുതിയാണ്. ആ വറുതി നമുക്ക് ഇതും കൂടി ആകുമ്പോൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും. ആ അനുഭവം നമുക്ക് താങ്ങാൻ കഴിയില്ല. എന്ന് വെച്ചാൽ കടൽപ്പണിക്കാർ ആകെ ഒരു 10 റുപ്യ കൂടുതൽ കിട്ടുന്ന സമയമാണിത്. ട്രോളിംഗ് നിരോധനമാകുമ്പോൾ ഈ ആളുകളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചൊക്കെ വലിയൊരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്.